വി വസീഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി വസീഫ്, ഒരു പൊതുപരിപാടിയിൽ ജനപ്രതിനിധി പങ്കെടുക്കുന്നതോ ആ പരിപാടിയിൽ സംസാരിക്കുന്നതോ ഒന്നും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. അത് സ്വാഭാവികമായും സാധാരണഗതിയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ MLA വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ MP വന്നതുകൊണ്ടാണ് ഈ പണം ഞങ്ങൾ കൊടുത്തത്, ഞങ്ങളുടെ MLA പങ്കെടുത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉണ്ടായിരുന്ന സ്വർണമോ മറ്റെന്തെങ്കിലുമൊക്കെയോ വിറ്റ് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഒരു പണം മറ്റൊരാൾക്ക് കൈമാറുന്ന സമയത്ത് ആ വിശ്വാസത്തിൽ ഈ പ്രചാരകരായി ഈ നേതാക്കളൊക്കെ പങ്കെടുത്തു എന്ന കാരണം കൊണ്ടുകൂടിയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇത് ഒരു കേസിലെ പ്രതിയുടെ മൊഴി മാത്രമാണ്. അയാളെ വിശ്വാസത്തിൽ എടുക്കണമോ എന്ന കാര്യമൊക്കെയുണ്ട്. പക്ഷേ ഈ പണം കൈപ്പറ്റി എന്ന മൊഴിയും അവർ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്തു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്യുമ്പോൾ അത് ചേർത്ത് വായിക്കാതിരിക്കാനാവില്ലല്ലോ. ഇതിലെ നല്ലൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പൊ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം വളരെ കൃത്യമായി നടക്കേണ്ടതുണ്ട്. ഇതൊരു ചെറിയ തട്ടിപ്പല്ല, വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ജനങ്ങളെ പറ്റിക്കണം എന്നുള്ള ആലോചനയിൽ തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കാര്യക്ഷമമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ ചില നേതാക്കന്മാർ, ചില രാഷ്ട്രീയ നേതാക്കന്മാർ, MLA മാർ എല്ലാം ഇടപെട്ടത് എത്രത്തോളം ഉണ്ട് എന്നുള്ള പരിശോധനയും എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ മാത്യു കുഴൽനാടന്റെ പേര് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരത്തിന്റെ പേര് പറഞ്ഞു. അവരൊക്കെ ചെയ്തത് എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ സ്വന്തം ട്രസ്റ്റിന്റെ പേരിൽ റെസിപ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ഇവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, ഇവരെ കൂടി കൂട്ടി ചേർത്തുകൊണ്ടാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത് എന്ന് സംശയിക്കേണ്ടി വരും. ആ തരത്തിലുണ്ട്. എന്നാൽ ചില നേതാക്കന്മാർ, ചില MLA മാർ മറ്റും അവരുടെ മണ്ഡലത്തിലെ പരിപാടികളിൽ സ്വാഭാവികമായിട്ടും സൗജന്യമായി വിതരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര പാതി വിലക്ക് ബൈക്ക് കൊടുക്കുന്നു, സഹായമാണ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ പങ്കെടുത്തു എന്ന് വരും. അത് സ്വാഭാവികമാണ്. ആ പങ്കെടുത്തതിനെ അവരെ നമുക്ക് അങ്ങനെ അപ്പാടെ തള്ളി പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പക്ഷേ ഇവിടെ മുദ്ര ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഇവരുമായിട്ട് നേരിട്ട് പണം വാങ്ങുന്നതും മറ്റു ഇടപാടുകളും എല്ലാം കുറച്ചുകൂടി ഗൗരവത്തോട് കാണേണ്ടതുണ്ട്. ഇവരുടെ പിന്നിൽ ഏതെങ്കിലും അങ്ങനെയുള്ള നേതൃത്വം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ AN രാധാകൃഷ്ണന്റെ ഇടപാടുകൾ നേരത്തെ പറഞ്ഞു, ലാലി വിൻസെന്റിനെ കുറിച്ച് പറഞ്ഞു. അവരെ കുറിച്ച് അവർ താമസിച്ച ഈ അനന്തകൃഷ്ണൻ താമസിച്ച ഫ്ളാറ്റിന്റെ അസോസിയേഷന്റെ ഭാരവാഹികൾ കൈരളി ചാനലിൽ തന്നെ ആദ്യമായി വന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അപ്പോൾ വളരെ വിശദമായ കുറ്റമറ്റ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിലേക്ക് ചെന്നെത്താൻ പറ്റുകയുള്ളൂ. ആ അന്വേഷണം കുറച്ച് ഗൗരവത്തോടു കൂടി നടക്കും. സ്വാഭാവികമായിട്ടും ഇതിൽ ഉപ്പ് നിന്നവരെല്ലാം വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ശ്രീ വസീഫ്, ഈ BJP നേതാവ് പ്രമീള ദേവി പണം വാങ്ങിയിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അനന്തുവിനെ അറിയുകയില്ല എന്നായിരുന്നു അവരുടെ ആദ്യത്തെ വെളിപ്പെടുത്തലൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും അല്ല, തെളിവുകൾ പറയുന്നത് അതൊന്നുമല്ല. 2019 തന്നെ പ്രമീള ദേവി അനന്തു കൃഷ്ണനുമായി ചേർന്നൊരു കമ്പനി രൂപീകരിച്ചു എന്നതിന്റെ വിവരങ്ങൾ, തെളിവുകളൊക്കെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ കാര്യത്തിലും ഒരു ലീഗൽ അഡ്വൈസർ 42 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചു, ലാലി വിൻസെന്റ് വാങ്ങിച്ചു എന്നതൊക്കെ എത്രത്തോളം വിശ്വസനീയത അതിലുണ്ട് എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇപ്പോൾ അനന്തു കൃഷ്ണന്റെ മൊഴി പ്രകാരം കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ എതിരെയും ഉയരുന്നതാണ്. അതിനെയൊക്കെ എങ്ങനെ തള്ളാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞത്. ഇത് തുടക്കത്തിൽ തന്നെ AN രാധാകൃഷ്ണന്റെയും ലാലി വിൻസെന്റിന്റെയും വന്ന് ഇപ്പൊ പ്രമീള ദേവിയുടേത് വരുന്നു. ലാലി വിൻസെന്റ് ഒക്കെ ചെയ്തത് വളരെ ഗൗരവമുള്ള തെറ്റാണ്. പരാതിക്കാരെ പോലും വിളിച്ച് പരാതി പിൻവലിപ്പിക്കാൻ ഇടപെട്ടു എന്നുള്ളത് മൊഴിയുണ്ട്. ഈ ചാനലുകളിൽ തന്നെ വന്ന് പരാതിക്കാർ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവർ വാങ്ങിയ പണം, ഇവർ അത്രയും വലിയ വക്കീലാണോ? ഏത് മനുഷ്യരാണ് ഇതൊക്കെ വിശ്വസിക്കുക? ഇത്ര വലിയ തുക വക്കീൽ ഫീസ് ഇനത്തിൽ വാങ്ങി എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള വക്കീൽ, അത്രയും വലിയ ഫീസ് വാങ്ങുന്ന വക്കീലാണ് ഇവര്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുടെ ഇടപാടുകൾ അത്ര ഗുണകരമല്ല എന്ന ബോധ്യം അവർക്കുണ്ടാവില്ലേ? ബോധ്യം ഉണ്ടാവും. അപ്പോൾ ഇത് അവരുടെ ക്ലയന്റ് ആണെന്ന് VD സതീശൻ പറയുമ്പോൾ ക്ലയന്റ് മാത്രമല്ല, ഇവർ കൂട്ടുകച്ചവടം നടത്തിയവരാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ BJP ഇത് ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. BJPയുടെ ആലോചനയിലാണോ ഇത് വന്നത് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. BJP ഈ CSR ഫണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റുമോ?
അവർക്ക് അവരിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ആലോചന ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. വലിയ രീതിയിൽ BJP പ്രവർത്തനമാണ്, BJPയുടെ പരിപാടിയാണിത് എന്നായിരുന്നു ഇവർ ആദ്യഘട്ടത്തിലൊക്കെ പ്രചരിപ്പിച്ചത്. AN രാധാകൃഷ്ണനെ പോലെയുള്ളവരൊക്കെ അതിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. BJP കോൺഗ്രസ് ബന്ധം ഈ ഇടപാടുകൾക്ക് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത്. ശരി വസീഫ്, വളരെ നന്ദി പ്രതികരിച്ചതിന്.